എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ പേഴ്സൺ മേ ബി ഒരുപാട് നാളായിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, ഇതിനൊക്കെ ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. മേ ബി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നും ഉണ്ടായിരിക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ എനർജിയിൽ ആ ഒരു വേഗത എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വേഗത എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് എന്താണെങ്കിലും അത് പറയണം. എന്ത് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്, അത് രണ്ടുപേർക്കും പറയാൻ സാധിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് ആ പേഴ്സൺ കേൾക്കണം എന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാറുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളെ മറന്നോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സണ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് പോകണം, വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനിയും മുന്നോട്ട് പോകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കും ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ അത്രത്തോളം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പേഴ്സൺ കുറച്ച് ദേഷ്യമുള്ള ഒരാളാണ്. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം, ഇതുവരെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്ര നാളായിട്ടും നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ആ പേഴ്സണ് ഇച്ചിരി വിഷമവുമുണ്ട്, കുറച്ച് ദേഷ്യവുമുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളോട് ദേഷ്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങൾ സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആ പേഴ്സൺ ചിന്തിക്കുന്നത്, എന്നോട് സംസാരിക്കാമല്ലോ, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ആ പേഴ്സണിൻ്റെ പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല
എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. മേ ബി എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം മേ ബി ആ പേഴ്സണോട് പിണങ്ങിയത്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നോട് പിണങ്ങിയതാണ്, ഞാൻ അങ്ങോട്ട് പിണങ്ങിയതല്ല, എന്നോടാണ് പിണങ്ങിയത്, അപ്പോൾ എന്നോട് സംസാരിക്കണ്ടേ, അതല്ലേ ശരി എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയത്, നിങ്ങളാണ് ആ പേഴ്സണോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞത്. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മേ ബി അങ്ങനെ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയത്, നിങ്ങളാണ് ആ പേഴ്സണോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞത്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട്, ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടും നിങ്ങളങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ദേഷ്യവും ഉണ്ട് ആ പേഴ്സണ്, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട്. പേഴ്സൺ ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല, ഈ ഒരു കാര്യമാണ് ആ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മേ ബി ആ പേഴ്സൺ അറിയില്ലായിരിക്കാം നിങ്ങൾ എന്തിനാണ് ആ പേഴ്സണോട് പിണങ്ങിയത്, എന്തുകൊണ്ടാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് മേ ബി ആ പേഴ്സൺ അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ അത് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് ആ പേഴ്സണ് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സണ് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ആ പേഴ്സൺ അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണം അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ട്. ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളോട് എത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നോ ആ ഒരു ഇഷ്ടം ആ പേഴ്സൺ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സണ് വിഷമം തോന്നുന്നത്, കുറച്ച് ദേഷ്യമൊക്കെ തോന്നുന്നത്. ദേഷ്യം എന്നതിലുപരി ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. പക്ഷേ അത് ആ പേഴ്സൺ പുറമേ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതായത് അത് ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല. മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം മിസ് ചെയ്തിട്ടും മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളൊരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല ആ പേഴ്സണ് സംസാരിക്കാൻ. നിങ്ങളോട് സംസാരിക്കാൻ എപ്പോഴും ആ പേഴ്സൺ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ തയ്യാറുമാണ്. പക്ഷേ ആ പേഴ്സൺ അറിയില്ല നിങ്ങളതിന് തയ്യാറാകുമോ, ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ആ പേഴ്സണ് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമോ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അതായത് ഞാൻ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതേസമയം തന്നെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴക്കിനെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ അറിയില്ല നിങ്ങൾ എന്തിനാണ് ആ പേഴ്സണോട് പിണങ്ങിയതെന്ന്. മേ ബി അറിയാമായിരിക്കാം, പക്ഷേ ഇപ്പോഴും ആ പേഴ്സണൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പേഴ്സൺ അറിയണമെന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആ പേഴ്സണോട് പിണങ്ങിയത്. അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും നാൾ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരുന്നത്, ഇത്രയും നാൾ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ചെറിയ വഴക്കാണ്, ആ വഴക്കിന് ഇത്രയും നാൾ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മേ ബി അത് ആ പേഴ്സൺ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ആ പേഴ്സൺ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു ചെറിയ വഴക്കല്ലേ, അതിന് ഇത്രയും നാൾ സംസാരിക്കാതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ ആ പേഴ്സണ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പിണക്കമൊക്കെ മാറണമെന്ന് ഇപ്പോഴും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനായിട്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒത്തിരി ചിന്തിക്കാറുണ്ട്. നിങ്ങളോട് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പിണക്കം മാറണമെന്ന്
ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു പിണക്കം മാറുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. എങ്കിലും നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പേഴ്സണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആ പേഴ്സൻ്റെ എനർജി മാത്രമായിരിക്കണമെന്നില്ല. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.